ഹലോ. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് സ്ഥിരമായ തലവേദനയുണ്ടോ? നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ ആണോ? ഇതെങ്ങനെ അറിയാൻ പറ്റും? തലവേദനയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ട്. പല വിധത്തിലുള്ള തലവേദനകളുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് മെഡിക്കൽ കണ്ടീഷൻ കാരണമുള്ള തലവേദനകൾ വരാം. ചില സമയത്ത് സർജിക്കൽ കണ്ടീഷൻ കാരണമുള്ള തലവേദനകൾ വരാം. മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. അതായത് ട്രൈജെമിനൽ നെർവ് നിങ്ങളുടെ മുഖത്തിനെ സപ്ലൈ ചെയ്യുന്ന ട്രൈജെമിനൽ നെർവിന് വരുന്ന പ്രശ്നങ്ങൾ കാരണം ട്രൈജെമിനൽ ന്യൂറാൾജിയ ഉണ്ടാവാം. ചില സമയത്ത് ഒരു സൈനസൈറ്റിസ് ഉണ്ടാവാം. രാവിലെ ഉണ്ടാവുന്ന പ്രധാനമായും മുഖത്തും നെറ്റിയിലും ഉണ്ടാകുന്ന തലവേദനകൾ. ഓഫീസ് ഹെഡേക്ക് എന്ന് വിളിക്കുന്ന തരം തലവേദനകൾ ഉണ്ടാവാം. അതാണ് അത് സൈനസൈറ്റിസ് ആയിരിക്കാം. അല്ലെങ്കിൽ ചില സമയത്ത് ടെൻഷൻ ഹെഡേക്കുകൾ വരാം. അതായത് തലയിലൊരു ബാൻഡ് കെട്ടിയതുപോലെ ചില സമയത്ത് 1 2 ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ടെൻഷൻ ടൈപ്പ് ഹെഡേക്കുകൾ ഉണ്ടാവാം. ചില സമയത്ത് ഇത് ചില സർജിക്കൽ കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന തലവേദനകൾ വരാം. ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തലവേദനകൾ. അതായത് സബ്അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്ന തരത്തിലുള്ള തലയ്ക്ക് പുറത്തുണ്ടാകുന്ന രക്തസ്രാവം കാരണം ഉണ്ടാവുന്നതാണ്. അത് അന്യൂറിസം എന്ന് പറയുന്ന ചിലതരം ട്യൂമറുകൾ ഉണ്ടാവുന്നത് കാരണം. ചില സമയത്ത് തലയ്ക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാല് ഭയങ്കരമായ തലവേദന വരാം. തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയുന്ന തരം തലവേദനകൾ ഉണ്ടാവാം. അതുപോലെ ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാലും, ബ്രെയിൻ ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാലും അത് കാരണം ഉണ്ടാകുന്ന തലവേദനകൾ. ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാകുന്ന തലവേദനകൾ പലപ്പോഴും പല വർഷങ്ങൾ നീണ്ടു നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൂടുന്ന തരം തലവേദനയായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളോട് പറയും ഇത് മൈഗ്രെയിൻ ആണെന്ന്. എങ്ങനെയാണ് ഡോക്ടർമാർ മൈഗ്രെയിൻ കണ്ടുപിടിക്കുന്നത്? മൈഗ്രെയിൻ ചില പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള തലവേദനകൾ മാത്രമാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. മൈഗ്രെയിൻ എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത 4 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ശക്തമായ തലവേദനകളെയാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇതുകൂടാതെ അത് താഴെ പറയുന്നതിൽ ഏതെങ്കിലും 2 സ്വഭാവം കൂടി കാണിക്കണം. അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമുള്ള തലവേദന, അല്ലെങ്കിൽ തുടിക്കുന്ന അല്ലെങ്കിൽ പൾസേറ്റിങ് ചെയ്യുന്ന തരത്തിലുള്ള തലവേദന, അതുമല്ലെങ്കിൽ നിങ്ങൾ അനങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ നടക്കുമ്പോൾ എല്ലാം കൂടുന്ന തരത്തിലുള്ള തലവേദന, അല്ലെങ്കിൽ അതിതീവ്രമായ തലവേദന ഉണ്ടാവുക. ഇതിലേതെങ്കിലും 2 സ്വഭാവമുള്ളതും കൂടാതെ ഓക്കാനമോ ഛർദിയോ അല്ലെങ്കിൽ ശബ്ദത്തോടും വെളിച്ചത്തോടുമുള്ള ഒരു വെറുപ്പ് തോന്നുകയോ ഇത്തരം കണ്ടീഷനുള്ള ഇതിലേതെങ്കിലും ഒന്നോ കൂടെ ഉള്ള തലവേദനകളെയാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. എപ്പോഴും ഓർക്കുക, മൈഗ്രെയിൻ വരുന്നതിൽ 70% ആളുകളിലും സാധാരണയായി പറയാറുള്ള ഓറ ലക്ഷണങ്ങൾ കാണാറില്ല. താങ്ക് യു.